നമസ്കാരം. മലയാളം ടോക്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വളരെ സന്തോഷം. നമ്മൾ ലാസ്റ്റ് അതായത് വുമൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടായിരുന്ന റിവിഷൻ ക്ലാസ്സുകളൊക്കെ തന്നെ കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ വരുന്ന ശനിയാഴ്ച വുമൺ എക്സൈസ് ഓഫീസറിന്റെ എക്സാം നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു എക്സാമാണ്. 2023 നോട്ടിഫിക്കേഷൻ വന്ന ഇത്ര നാൾ നമ്മൾ കാത്തിരുന്ന ഒരു എക്സാമാണ്. എക്സാം നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മലയാളം, കല, സാഹിത്യ, സാംസ്കാരിക, കായിക മേഖലയിൽ നിന്നും PSC 2025-ലും 26 ജനുവരി മാസത്തിലും ചോദിച്ച പ്രധാന ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു റിവിഷൻ സെക്ഷനാണ് ഇന്നത്തെ ഭാഗത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഞാൻ ഒരു കുഞ്ഞു കാര്യം ആമുഖമായി ഒരു സന്തോഷം അറിയിക്കുകയാണ്. കുട്ടികൾ ഒരുപാട് പേര് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് ചോദിച്ച ഒരു കുഞ്ഞു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു കോഴ്സിന്റെ കാര്യം. അപ്പോ അതുകൂടെ ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു സന്തോഷം കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. വരുന്ന ഫെബ്രുവരി 10-ാം തീയതി നമ്മൾ മലയാളത്തിനും കല, സാഹിത്യ, സാംസ്കാരിക, കായിക മേഖലയ്ക്കും വേണ്ടി ഒരു കോഴ്സ് പുതുതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എത്തിക്കുന്നതാണ്. അപ്പോൾ ഒരു വർഷം ദൈർഘ്യമുള്ള കോഴ്സായിരിക്കും. ഈ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ മലയാളത്തിന്റെയും കലാസാഹിത്യ, സാംസ്കാരിക, കായിക മേഖലയുടെ ഒക്കെ തന്നെ മുഴുവൻ ടോപ്പിക്കും ഏറ്റവും മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരും നമ്മൾ. ആ ഒരു ഭാഗത്തുനിന്ന് PSC ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും വ്യക്തമായി നമ്മുടെ ഈ കോഴ്സിനകത്ത് നമ്മൾ ഉറപ്പായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ അനുബന്ധ വിവരങ്ങളൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഇനി മറ്റ് മുഖവരകളില്ലാതെ ഞാൻ നേരെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ആദ്യമേ നിങ്ങളോട് സൂചിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണോ വായിച്ചു വെച്ചിട്ടുള്ളത് അത് ഒരു എന്താണ് ശ്രദ്ധയോടെ എക്സാമിന് വരുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റണം. അതിനായിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ പഠിച്ച കാര്യങ്ങളെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ചോദ്യത്തിലേക്ക് വരുന്നു. ഇത് 5/2026 കേരള PSC ചോദിച്ച ചോദ്യമാണ്. 5/2026 ഏത് എക്സാം എന്ന ഒരു ഭാഗത്തേക്ക് വരുന്നില്ല. ഞാൻ എക്സാമിന്റെ ഒരു കോഡ് മാത്രമേ ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ കോഡ് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ശ്രദ്ധിച്ചു നോക്കാം നമുക്ക്. ചോദ്യം ഇങ്ങനെയാണ്: തപ്പുകൊട്ടി മേളമൊരുക്കി, താളവടിവിൽ താവടി തുള്ളി, പുലവൃത്തമാടി, വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി, അടവി തുള്ളി, കോലം തുള്ളലിലേക്ക്, കവുങ്ങൻ പാറയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെയാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഈ വിവരണങ്ങൾ ഏത് അനുഷ്ഠാന കലാരൂപത്തെ കുറിച്ചുള്ളതാണ് എന്നാണ് ചോദ്യം. ഒന്നുകൂടെ: തപ്പുകൊട്ടി മേളമൊരുക്കി, താളവടിവിൽ താവടി തുള്ളി, പുലവൃത്തമാടി, വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി, അടവി തുള്ളി, കോലം തുള്ളലിലേക്ക്, കവുങ്ങിൻ പാലയിലാണ് കോലങ്ങൾ. ഈ കവുങ്ങിൻ പാള എന്നൊരു പ്രയോഗവും കോലം തുള്ളൽ എന്ന പ്രയോഗവും വിനോദ ഭാഷണങ്ങളുടെ ചിരിപടർത്തി എന്ന പ്രയോഗവും തപ്പുകൊട്ടി, ഇതാണ് ഏറ്റവും പ്രധാനം. തപ്പുകൊട്ടി എന്ന ഒരു തപ്പുകൊട്ടി മേളമൊരുക്കി എന്ന ഒരു പ്രയോഗവും കാണുമ്പോൾ തന്നെ ഒരു സംശയവുമില്ലാതെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അത് പടയണിയാണ്. ഓപ്ഷനിൽ തിറയാട്ടവും പടയണിയും കളമെഴുത്തുപാട്ടും കുടിയേറ്റും ഒക്കെ ഉണ്ട്. ഇതിൽ ഓരോന്നിനെയും കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾക്കകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. നോക്കിയേ, തിറയാട്ടത്തെ കുറിച്ച്, ഞാൻ പടയണിയെ കുറിച്ച് നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് പറയണം. ഞാൻ അതിനു മുമ്പ് തിറയാട്ടത്തെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു വരുന്നു. നമുക്കറിയാം പ്രത്യേകിച്ച് കോഴിക്കോട് 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 അതുപോലെ തന്നെ മലപ്പുറം എന്നീ ജില്ലകളിലാണ് തിറയാട്ടം പ്രചാരത്തിലുള്ളത്. തിറയാട്ടം പ്രചാരത്തിലുള്ള എവിടെയൊക്കെയാണ്? കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ. ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഈ തിറയാട്ടത്തിന്റെ ഒരു കാലം എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഈ പറയുന്ന തിറയാട്ടത്തിന്റെ സീസണാണ് അല്ലെ, തിറയാട്ടത്തിന്റെ കാലമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ തിറയാട്ടം 3 തരത്തിലുണ്ട്: ശാന്ത, തിറ, വെള്ളാട്ടം. ശാന്ത, തിറ, വെള്ളാട്ടം. ഇത്തരത്തിൽ 3 തരത്തിൽ എന്തുണ്ട്? തിറയാട്ടമുണ്ട്. തിറയാട്ടം നടത്തുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളാണെങ്കിൽ ഏത് വിഭാഗക്കാരാണ് എന്ന് 2022 ഡിഗ്രി മെയിൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തിറയാട്ടം നടത്തുന്നത് ഏത് ജാതിയിൽ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവർ അല്ലെ, അത് ഏത് വിഭാഗം എന്നാണ് ചോദ്യം. പെരുവണ്ണാൻ അല്ലെങ്കിൽ ഏത് സമുദായം? പെരുവണ്ണാൻ സമുദായക്കാർക്കാണ് എന്താണ് ഈ പറയുന്ന തിറയാട്ടം അവതരിപ്പിക്കാനുള്ള അധികാരമുള്ളത്. തിറയാട്ടം പെരുവണ്ണാൻ സമുദായക്കാര്, പെരുവണ്ണാൻ സമുദായക്കാർ, അതോടൊപ്പം എഴുതാം വണ്ണാൻ അല്ലെങ്കിൽ പെരുവണ്ണാൻ വണ്ണാൻ സമുദായക്കാർ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഇത് പ്രധാനമായി നടക്കുന്നത്. ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് തിറയാട്ടത്തിന്റെ കാലമായി വരുന്നത്. ശാന്ത
തിറ, വെള്ളാട്ടം എന്നിവ ഇതിന്റെ ഭാഗങ്ങളാണ്. ഇനി മുടിയേറ്റ് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കലാരൂപമാണ് മുടിയേറ്റ്. ഈ മുടിയേറ്റിനകത്ത് PSC 2025 ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അതിലെ ഒരു കഥാപാത്രത്തെ കുറിച്ചായിരുന്നു. ഓക്കെ, അതിൽ ഒരു കഥാപാത്രത്തെ കുറിച്ച് നമുക്കറിയാം. കാളിയും ദാരികനും ദാനവേന്ദ്രനും ഒക്കെ കഥാപാത്രമായി വരുന്ന മുടിയേറ്റാണ്. അതിനകത്ത് കോയിമ്പട നായർ എന്നൊരു കഥാപാത്രമുണ്ട്. കോയിമ്പട നായർ. അപ്പൊ PSC ചോദിച്ചത് കോയിമ്പട നായർ ഏത് കലാരൂപത്തിലെ കഥാപാത്രമാണ് എന്നാണ്. ഒന്നുകൂടെ, കോയിമ്പിട നായർ അഥവാ കോയിമ്പിടാരൻ എന്ന് ചോദിക്കും. കോയിമ്പിടാരൻ ഏത് കലാരൂപത്തിലെ എന്താണ് അംഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുടിയേറ്റിലാണ്. മുടിയേറ്റ് അല്ലെ? അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല യുനെസ്കോ ലോക പൈതൃക പദവിയിലേക്ക് ഉയർത്തിയിട്ടുള്ള രണ്ടാമത്തെ കേരളീയ കലാരൂപമാണ് മുടിയേറ്റ്. 2001 ഏതായിരുന്നു? കൂടിയാട്ടമാണെങ്കിൽ 2010 മുടിയേറ്റിന് ആ ഒരു പദവി കൊടുക്കുന്നത്. അല്ലെ? കളമെഴുത്തും പാട്ടിനെ കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ക്ലാസ്സിൽ, അതായത് ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ഭാഗത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ വീണ്ടും ആവർത്തിക്കുന്നത് അത്ര നന്നായിരിക്കില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ഇവിടെ നമ്മുടെ ഉത്തരമായി വരുന്നത് പടയണിയാണ്. ഉത്തരം ഏതാ? പടയണി. ഇപ്പോ പടയണിയെ കുറിച്ച് 2025 വന്ന മറ്റൊരു ചോദ്യം. ഇത് വന്നത് 5/2026, 56/2025. 56/2025 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എക്സാം. ഇത് നോക്കിയ ചോദ്യം ഇങ്ങനെയാണ്: ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? അതായത് ഓരോ വർഷവും വ്യക്തമായി ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ നമുക്ക് ഈ എക്സാമിന് അല്ലെങ്കിൽ മറ്റൊരു എക്സാമിന് ഉറപ്പായും ഈ വർഷവും ഇനിയും ചോദിക്കും. ക്ലിയർ അല്ലേ? ഇത് 56/2025 ചോദിച്ചാണ് ഏത് അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടാണ് കടമനിട്ട എന്ന സ്ഥലം പ്രസിദ്ധമായത്. ഓപ്ഷനിൽ തെയ്യമുണ്ട്, പൂരമുണ്ട്, അതുപോലെ തന്നെ പടയണിയുണ്ട്, ഗരുഡൻ തൂക്കമുണ്ട്. അല്ലെ? നമുക്ക് ഒരു സംശയത്തിനും ഇട കൊടുക്കുന്നില്ല. നമ്മൾ പോകുന്നു പടയണിയിലേക്ക്. കടമനിട്ട അല്ലെ? അപ്പൊ പടയണിയെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു വരാം നമുക്ക്. ഇത് നോക്കിയേ, പടയണി വിളവെടുപ്പിനോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെടുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി. ഒന്നുകൂടെ, വിളവെടുപ്പിനോടനുബന്ധിച്ച് നടത്തിവരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി. പടയണി എന്നും ഇതിന് വിളിപ്പേരുണ്ട്. നാടക സ്വഭാവമുള്ള കലാരൂപമാണിത്. കവുങ്ങൻ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം മുഖംമൂടികളും അതുപോലെ തന്നെ കോലങ്ങളും ഏന്തിയാണ് അവതരണം. എന്തിൽ നിർമ്മിച്ച? കവുങ്ങൻ പാളയിൽ നിർമ്മിച്ച ചെറുതും വലുതുമായ അനേകം മുഖംമൂടികളും കോലങ്ങളും ഏന്തിയാണ് അവതരണം. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ ഏറ്റവും പ്രധാനമാണ് അവരുപയോഗിക്കുന്ന ഈ പറയുന്ന കവുങ്ങിൻ പാളകളും അതുപോലെ തന്നെ ഓലയുടെ, അല്ലെ, നമ്മൾ പറയുന്ന കുരുത്തോലയൊക്കെ, ഇവയൊക്കെ തന്നെ അതിൻ്റെ അകത്ത് വളരെ പ്രധാനമാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി പടയണിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ പറഞ്ഞു പോകാൻ പാടില്ല, അതിനെ വിസ്മരിച്ചു കളയാൻ പാടില്ലാത്ത ഒന്നുണ്ട്. പടയണി എന്ന കലാരൂപം ഏത് കലാരൂപത്തിന്റെ പിറവിക്ക് കാരണമായി എന്ന് ഓർത്തു വെക്കുക. അതായത് പടയണി എന്ന കലാരൂപത്തെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പടയണി എന്ന കലാരൂപത്തെ ഉപജീവിച്ചുകൊണ്ട്, അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ എന്ന കലാരൂപം പോലും നിർമ്മിച്ചിട്ടുള്ളത്. സത്യത്തിൽ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ എന്ത് കലാരൂപത്തിന് പകരം അവതരിപ്പിച്ചു? ചാക്യാർകൂത്തിന് പകരം അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ പടയണിയിൽ നിന്നാണ് നമ്പ്യാർ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന തുള്ളൽ എന്ന കലാരൂപത്തെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഒന്നുകൂടെ, തുള്ളൽ എന്ന കലാരൂപം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അത് എന്തിൽ നിന്നാണ്? പടയണിയിൽ നിന്ന്. എന്നാൽ എന്തിന് പകരം അവതരിപ്പിച്ചു? മക്കളെ ശ്രദ്ധിച്ചേ, എന്തിന് പകരം അവതരിപ്പിച്ചു എന്നാണ് PSC യുടെ ചോദ്യമെങ്കിൽ അതിന് വളരെ ലളിതമായ ഒരു ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. അത് എന്തിന് പകരമായിരുന്നു? ചാക്യാർകൂത്തിന് പകരം. ഇതാണ് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി ഇതിലുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വാദ്യോപകരണങ്ങൾ നോക്കിയേ, ഇതാണ് തപ്പ് എന്ന വാദ്യോപകരണം. പ്രധാനമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് തപ്പ്, പിന്നെ ഏതാണ്? ചെണ്ട. തപ്പ്, ചെണ്ട, ഇവയാണ് പടയണിയിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. ഏതൊക്കെയാണ്? തപ്പ്, ചെണ്ട എന്നിവ. ഇനി പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് കടമനിട്ട രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ചിത്രവും ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പടയണി ഗ്രാമം. ഇനി പടയണിപ്പാട്ടിന്റെ താളക്രമങ്ങളെ അനുകരിച്ച കവിത അവതരണം നടത്തിയ കവിയാണ് കടമ്മനിട്ട. ആരാണ്? കടമ്മനിട്ട. മക്കളെ ഇത്രയും ഓർത്തു വെക്കാൻ പറ്റില്ലേ?
പടയണിയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റില്ലേ? അതുപോലെ തന്നെ മറ്റ് കലാരൂപങ്ങളൊക്കെ തന്നെ കിട്ടുന്നതൊക്കെ പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് കലാരൂപങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ എസ്പെഷ്യലി എന്താണ് വയനാട്ടിൽ എന്താണ് ഒരു അടിയ വിഭാഗമുണ്ട് അല്ലെ? അടിയ വിഭാഗം ഗോത്ര ജനത ഇവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള പ്രധാന കലാരൂപം ഏതാണ്? ഗദ്ദിക എന്ന കലാരൂപമാണ്. ഗദ്ദിക. അപ്പൊ അത് ചോദിക്കും. ഓക്കെ. ഇനി അതേപോലെ തന്നെ PSC ചോദിക്കുന്ന മറ്റൊരു കലാരൂപമുണ്ട് കുമ്മാട്ടി. കുമ്മാട്ടി പാലക്കാട്, തൃശൂർ ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് കുമ്മാട്ടി. ചവിട്ടുനാടകം കോട്ടയം ഭാഗത്ത് പ്രചാരത്തിലുള്ളത്. കാക്കാരശ്ശി നാടകം തിരുവനന്തപുരം ഭാഗത്ത് പ്രചാരത്തിലുള്ളത്. അപ്പൊ ഇവയൊക്കെ തന്നെ PSC ഉറപ്പായിട്ട് നമ്മുടെ ചോദ്യ വിഷയമായി നമ്മുടെ മുമ്പിലേക്ക് തരും. അപ്പോ ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. സെറ്റ് അല്ലേ? ഇതിൽ അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണെന്നാണ് ചോദ്യം. തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി. ഇതും 5/2026 ചോദ്യം. 5/2026. ഓപ്ഷൻ എയിൽ വിദ്വാൻ വിദുഷി എന്ന വാക്കുണ്ട്. വിദ്വാൻ വിദുഷി. ഒന്നുകൂടെ വിദ്വാൻ വിദുഷി. പത്നി പതി എന്ന വാക്കും കൊടുത്തിട്ടുണ്ട്. പത്നി പതി എന്ന വാക്ക്. ലേഖകൻ ലേഖക എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ് അല്ലെ? മകൻ മകൾ അത് ശരിയാണ്. മകൻ മകൾ അല്ലെ? മകൻ മകൾ. ഇവിടെ അപ്പൊ ഉത്തരമായി വരേണ്ട ഏതാണ്? ഉത്തരമായി വരേണ്ടത് ലേഖകൻ ലേഖക എന്ന പ്രയോഗമാണ്. ഓക്കെ അല്ലേ? ലേഖകൻ ലേഖക. സത്യത്തിൽ ലേഖകൻ എന്ന പദം വരുമ്പോൾ നോക്കിയേ, ലേഖകൻ എന്ന വാക്ക്, അതേപോലെ തന്നെ കാതികൻ എന്ന വാക്ക് അല്ലെ? കാതികൻ. കാതികൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗമാണ് കാതിക. കാതിക. കാതകി എന്ന് പറയില്ല അല്ലെ? ഇനി ലേഖകൻ എന്നാണ് വാക്ക് എങ്കിൽ ലേഖിക. ലേഖകി എന്ന് പറയോ? ലേഖകി ഇല്ല, ലേഖിക. ലേഖകൻ ലേഖിക അതാണ് ശരിയായ വാക്ക്. ഇനി അവിടെ ചോദിക്കുന്ന മറ്റൊരു വാക്കുണ്ട് ഘാതകൻ എന്ന പദം. ഘാതകന്റെ സ്ത്രീലിംഗമാണ് ഘാതകി എന്ന വാക്ക്. ഘാതകൻ ഘാതകി. ഘാതകൻ ഘാതകി. എങ്കിൽ ഓർത്തു വെക്കുക, ഘാതനൻ എന്ന വാക്കിന്റെ അർത്ഥം. ഘാതനൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം. ഘാതനന്റെ സ്ത്രീലിംഗമാണ് ഘാതിനി അല്ലെ? ഘാതനൻ ഘാതിനി. ഘാതനൻ ഘാതിനി. ഘാതനൻ ഘാതിനി. ഘാതനി എന്ന് വരില്ല. ഈ ഘാതകനും ഘാതനനും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കുകൾ കേട്ടോ, ഓർത്തു വെക്കാം. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ വിദ്വാൻ വിദുഷിയുണ്ട്, റൈറ്റ് ആണ്. പത്നി പതി അല്ലെങ്കിൽ പതി പത്നി കറക്റ്റ് ആണ്. മകൻ മകൾ കറക്റ്റ് ആണ്. ഇനി മറ്റു ചില പ്രധാന സ്ത്രീലിംഗ പുല്ലിംഗ പദങ്ങളൊന്നും പഠിച്ചു വരാം നമുക്ക്. ആരാധകൻ എന്ന വാക്ക്. ആരാധകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗമാണ് ആരാധിക. നമ്മുടെ പഴയ അമ്പിളി എന്ന സിനിമ ഓർത്താൽ മതി, ആരാധികെ എന്നുള്ള പാട്ട് അല്ലെ? ആരാധകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗമാണ് ആരാധിക. ഇനി അഭിഭാഷകൻ എന്നാണ് വാക്കെങ്കിൽ അതിന്റെ സ്ത്രീലിംഗമാണ് അഭിഭാഷക. അഭിഭാഷിക എന്നൊക്കെ പറയും. ഭാഷിക തെറ്റ്. അഭിഭാഷക. മക്കളെ, ആരാധകൻ സ്ത്രീലിംഗം ആരാധിക, അഭിഭാഷകൻ സ്ത്രീലിംഗം അഭിഭാഷക. ഇനി അധിപൻ എന്നാണ് വാക്ക്. അധിപൻ. അധിപന്റെ സ്ത്രീലിംഗമാണ് അധിപ. അധിപന്റെ സ്ത്രീലിംഗം എന്താ? അധിപ. അധിപ അല്ലെ? ഇനി അവൻ എന്നാണ് വാക്കെങ്കിൽ അവന്റെ സ്ത്രീലിംഗം അവളാണ്. അവന്റെ സ്ത്രീലിംഗം അവൾ. അന്ധൻ അന്ധയാണ്. അന്ധൻ സ്ത്രീലിംഗം എന്താ? അന്ധ. അന്ധൻ അന്ധ. ഇനി അനുഗ്രഹീതൻ അനുഗ്രഹീത. എങ്ങനെ? അനുഗ്രഹീതൻ അനുഗ്രഹീത. അനുഗ്രഹീതൻ അനുഗ്രഹീത. ഇനി ആചാര്യൻ എന്ന വാക്ക്. ആചാര്യൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം ആചാര്യ എന്നതാണ്. ആചാര്യൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എന്താ? ആചാര്യ. ഏകാഗി എന്ന വാക്കിന്റെ സ്ത്രീലിംഗമാണ് ഏകാഗിനി. 2020 കേസിന്റെ ചോദ്യമാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഏകാഗി ഏകാഗിനി. ഇനി വിരഹി എന്നാണ് വാക്കെങ്കിലോ വിരഹിണി. വിരഹി വിരഹിണി. വിരഹി വിരഹിണി. ബ്രാഹ്മണൻ ബ്രാഹ്മിണി. ബ്രാഹ്മണൻ ബ്രാഹ്മിണി. ബ്രാഹ്മണൻ ബ്രാഹ്മിണി. നമ്പൂതിരി അന്തർജനം. നമ്പൂതിരി അന്തർജനം. പൗരൻ പുരന്ത്രി എന്നൊരു വാക്കുണ്ട്. അതുപോലെ തന്നെ പൗരി എന്നൊരു പ്രയോഗവും പ്രയോഗിച്ച് കാണുന്നുണ്ട്. ഞാൻ ഈ രണ്ട് വാക്കും തന്നത്, ഈ രണ്ട് വാക്കുകളും PSCയുടെ റാങ്ക് ഫയലുകൾക്ക് PSCയുടെ ബുള്ളറ്റിനുകളിലെ നമ്മുടെ PSC ബുള്ളറ്റിനുകൾ റാങ്ക് ഫയലുകൾക്കകത്ത് ഇതിൽ പലതരത്തില് ഇതിൽ മറ്റു ചില പുരത്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. തെറ്റാ. നമ്മുടെ PSC ബുള്ളറ്റിൻ പോലുള്ള മാധ്യമങ്ങൾക്കകത്ത് PSCയുടെ റാങ്ക് ഫയൽ ഉണ്ട്. PSCന്റെ അകത്ത് PSC ബുള്ളറ്റിൻ തന്നെ പ്രസിദ്ധീകരിക്കുന്ന ചില പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ പൗരൻ പുരന്ത്രി പൗരി എന്നീ വാക്കുകൾ കൊടുത്തു കാണുന്നുണ്ട്. അതിൽ ഏതാണോ PSC ചോദിക്കുന്നത് അപ്പോഴേ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റത്തുള്ളൂ. ആ വാക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ തന്നു. നോക്കി വെക്കുക.
ഇനി രചകൻ നോക്കിയേ, രചകൻ, രചകന്റെ സ്ത്രീലിംഗം, രചകന്റെ സ്ത്രീലിംഗമാണ് രചകി. രചകന്റെ സ്ത്രീലിംഗം എന്താ? രചകി. കീകടം, കീകടിയാണ്. കീകടം, കീകടി, കീകടം, കീകടി. സേവകൻ, സേവിക. സേവകൻ എന്താ? സേവിക. നിരൂപകനാണെങ്കിൽ നിരൂപിക. നിരൂപകൻ, നിരൂപിക. നിരൂപകൻ, നിരൂപിക. മക്കളെ പൗത്രൻ, പൗത്രി. പൗത്രൻ, പൗത്രി. ദൗഹിത്രൻ, ദൗഹിത്രി. ദൗഹിത്രൻ, ദൗഹിത്രി. ശിവൻ ആണ് വാക്കെങ്കിൽ ശിവന്റെ സ്ത്രീലിംഗം ശിവാനിയാണ്. ശിവന്റെ സ്ത്രീലിംഗം ശിവാനി. കിരാതനാണെങ്കിലോ സ്ത്രീലിംഗം കിരാതി. കിരാതി. യാചകൻ, യാചകി. യാചകൻ, യാചകി. ഇനി രക്ഷകനോ രക്ഷിക. രക്ഷിക. അപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഓഫ്ലൈൻ നമ്മളൊരു ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ രക്ഷകന്റെ സ്ത്രീലിംഗം ചോദിച്ചപ്പോൾ മെജോറിറ്റി കുട്ടികൾ എനിക്ക് തന്നത് രക്ഷകി എന്നുള്ള വാക്ക, അല്ലെങ്കിൽ രക്ഷക എന്നുള്ള വാക്ക. തെറ്റാണ്. രക്ഷികയാണ് ശരി. ഗായകൻ എന്നാണ് വാക്കെങ്കിൽ അതിന്റെ സ്ത്രീലിംഗമാണ് ഗായിക. ഗായകൻ, ഗായിക. നായകനോ നായിക. നായകൻ, നായിക. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞു വരാം നമുക്ക്. ആരാധകൻ, ആരാധിക. അഭിഭാഷകൻ, അഭിഭാഷക. അധിപൻ, അധിപ. അവൻ, അവൾ. അന്ധൻ, അന്ധ. അനുഗ്രഹീതൻ, അനുഗ്രഹീത. ആചാര്യൻ, ആചാര്യ. ഏകാഗി, ഏകാകിനി. വിരഹി, വിരഹിണി. ബ്രാഹ്മണൻ, ബ്രാഹ്മിണി. നമ്പൂതിരി, അന്തർജനം. പൗരൻ, പുരന്ത്രി എന്നോ പൗരി എന്നോ ചോദിക്കാം അല്ലെ. ഇനി പൗരി എന്നുള്ള പ്രയോഗമാണ്. പൗര എന്ന പ്രയോഗത്തെ പോലെ തന്നെ പൗരി എന്നൊരു പ്രയോഗമുണ്ട്, പൗര എന്നൊരു പ്രയോഗമുണ്ട് അല്ലെ. അപ്പൊ പൗരി, പൗര, പുരന്ത്രി ഈ വാക്കുകളൊക്കെ തന്നെ നമ്മൾ പരിഗണിച്ച് കാണുന്ന ഒന്നാണ്. രചകൻ, രചകി. കീകടം, കീകടി. സേവകൻ, സേവിക. നിരൂപകൻ, നിരൂപിക. പൗത്രൻ, പൗത്രി. ദൗഹിത്രൻ, ദൗഹിത്രി. ശിവൻ, ശിവാനി. കിരാതൻ, കിരാതി. യാചകൻ, യാചകി. രക്ഷകൻ, രക്ഷിക. നായകൻ, ക്ഷമിക്കുക, ഗായകൻ, ഗായിക. നായകൻ, നായിക. സെറ്റലടാ, സെറ്റലെ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ. ഇതും 5/2026 PS ചോദിച്ച ചോദ്യമാണ്. മലയാളത്തിലെ പ്രശസ്തമായ ചില ആട്ടക്കഥാകൃത്തുക്കളെയും അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുക്കുന്നു. അവയിൽ ശരിയായി ചേർത്തെഴുതിയിരിക്കുന്നത് തിരഞ്ഞെടുക്കുക എന്ന. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ചോദ്യമാണിത്. കാരണം ഇതിൽ തന്നെ പല ആട്ടക്കഥകളും ഞാൻ എന്റെ ക്ലാസ്സുകൾക്കകത്ത് സ്ഥിരം പറയുന്നതാ. അപ്പൊ കുട്ടികൾ അതും എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ സന്തോഷത്തോടെ അതിന്റെ അത് മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നു. അവരുടെ സന്തോഷം പറഞ്ഞിരുന്നു. അത് കേൾക്കുന്നതിന് വലിയ സന്തോഷമാണ്. നോക്കിയേ, ഇതിൽ ഇരയിമ്മൻ തമ്പിയെ അംബരീക്ഷ ചരിതം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണോ? അല്ല, ഇരയിമ്മൻ തമ്പി അല്ല അംബരീക്ഷ ചരിതം. അംബരീക്ഷ ചരിതം എഴുതിയത് അശ്വതി തിരുനാളാണ്. അപ്പൊ അശ്വതി എന്ന് കൊടുക്കാം നമുക്ക്. അശ്വതി തിരുനാൾ. ഇനി ഉത്തരാസേമരം അശ്വതി തിരുനാളാണോ? അല്ല. ഉത്തരാസേമരം എഴുതിയത് ആരാ? അത് ഇരയിമ്മൻ തമ്പിയാണ്. ഓക്കെ അല്ലേ? ഇനി കോട്ടയത്ത് തമ്പുരാൻ തന്നെയാണ് കല്യാണ സൗഗന്ധിയം എഴുതിയത്. കോട്ടയത്ത് തമ്പുരാൻ തന്നെയാണ് കല്യാണ സൗഗന്ധിയം എഴുതിയത്. ഉണ്ണായി വാര്യർ തന്നെയാണ് നളചരിത മാട്ടക്കഥ എഴുതിയത്. അതായത് 3ഉം 4ഉം ശരി. 3ഉം 4ഉം ശരി. ഒന്നുകൂടെ, കോട്ടയത്ത് തമ്പുരാൻ എന്തെഴുതി? കല്യാണ സൗഗന്ധികം. നമുക്കറിയാം കല്യാണ സൗഗന്ധിയം തുള്ളൽ എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. കല്യാണ സൗഗന്ധിയം തുള്ളൽ എഴുതിയതാരാ? കുഞ്ചൻ നമ്പ്യാർ. കല്യാണ സൗഗന്ധിയം തുള്ളൽ എഴുതിയതാരാ? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ ആദ്യ തുള്ളലാണ് ശീതങ്കം തുള്ളൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ പറയുന്ന കല്യാണ സൗഗന്ധികം. ഭീമനും ഹനുമാനും പാഞ്ചാലിയും ഒക്കെ തന്നെ കഥാപാത്രങ്ങളെ വരുന്ന കൃതി. ഇനി അത് കഴിഞ്ഞ നളചരിതത്തിലേക്ക്. നളചരിതം ഉണ്ണായിവാരുടെ കൃതിയാണ്. ഉണ്ണായിവാരുടെ കൃതി അല്ലെ. 4 ഭാഗങ്ങളായാണ് നളചരിതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ. 4 ദിവസത്തെ കഥ. 4 ഭാഗം എന്ന് ഉദ്ദേശിച്ചത് 4 ദിവസത്തെ കഥയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ നമുക്ക് എന്തറിയണം? അവിടെ തന്നെ വന്ന മറ്റൊരു ചോദ്യത്തിലേക്കൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഇത് 5/2026 അല്ലെങ്കിൽ ഇത് 3/26. നോക്കി, 5/26, 3/26. ഇവിടെ എഴുത്തുകാരും അതുപോലെ തന്നെ രാജാക്കന്മാർ ഇത് ശ്രദ്ധേയരായവരും അവരുടെ എന്താണ് ആട്ടക്കഥകളുമാണ് വിഷയം. ഇവിടെ നോക്കിയേ, കോട്ടയത്ത് തമ്പുരാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെയും കോട്ടയത്ത് തമ്പുരാന്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെയും കോട്ടയത്ത് തമ്പുരാന്റെ കഥയാണ് പറഞ്ഞത്. കൂടിയാട്ടം, രാമനാട്ടം, ചിത്രകല, കഥകളി. ഒന്നുകൂടെ, കോട്ടയം തമ്പുരാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെറ്റ് ചോദ്യമല്ലേ? അടിപൊളിയല്ലേ? അങ്ങനെയാണെങ്കിൽ കഥകളിയുടെ ആട്ടക്കഥയുടെ ഒരു ചരിത്രം നമുക്കൊന്ന് നോക്കി വരാം. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപം എന്താ? ആട്ടക്കഥ. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം.
അതായത് നമ്മുടെ കൊട്ടാരക്കര തമ്പുരാനും അല്ലെ, കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത രാമനാട്ടം എന്ന കലാരൂപം, ആ രാമനാട്ടം പണ്ട് കോഴിക്കോട് നിലനിന്നിരുന്ന, അല്ലെങ്കിൽ കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദ രാജാവ് രൂപം കൊടുത്ത കൃഷ്ണനാട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ കോഴിക്കോട് മാനവേദൻ എന്ത് ചെയ്തു, ആരോട് ഒരല്പം വിമർശനം കാണിക്കുന്നുണ്ട്, ഈ പറയുന്ന കൊട്ടാരക്കര തമ്പുരാന്. അതായത് കൊട്ടാരക്കര തമ്പുരാൻ ഇദ്ദേഹത്തിന്റെ രാജ്യത്ത് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്ന കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തെ കലാകാരന്മാരെയും തന്റെ നാട്ടിലേക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അതിനെ നിഷേധപൂർവ്വത്തിൽ ആര് മറുപടി കൊടുക്കുന്നുണ്ട്? കോഴിക്കോട് മറുപടി കൊടുക്കുന്നുണ്ട്. ഇതിൽ അരിശം പൂണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊട്ടാരക്കര തമ്പുരാൻ എന്ത് രൂപം കൊടുക്കുന്നത്, ഈ പറയുന്ന നമ്മൾ പറഞ്ഞ രാമനാട്ടത്തിന് രൂപം കൊടുത്തത്, അല്ലെ? അപ്പൊ കഥ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് എന്ന് എനിക്കറിയാം. സന്തോഷം. ഇനി ശ്രദ്ധിച്ചേ, ഇപ്പൊ കൊട്ടാരക്കര തമ്പുരാനാണ് എന്ത് രൂപം കൊടുത്തത്? രാമനാട്ടം രൂപം കൊടുത്തത്. മലയാളത്തിലെ ശാകുന്തളം എന്നും കേരളത്തിലെ ശാകുന്തളം എന്നും ഒക്കെ അറിയപ്പെട്ടിരുന്നത് നളചരിത മട്ടക്കഥയാണ്. ഒന്നുകൂടെ, എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? മലയാളത്തിലെ ശാകുന്തളം, അതുപോലെ തന്നെ കേരളത്തിന്റെ ശാകുന്തളം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കൃതി. ക്ലിയർ അല്ലേ? അത് മുണ്ടശ്ശേരി മാഷ അങ്ങനെ വിശേഷിപ്പിച്ച തന്നെ. ഇനി നളചരിത മാട്ടക്കഥ രചിച്ചിരിക്കുന്നത് ഉണ്ണായി വാര്യരാണ്. നളചരിത മാട്ടക്കഥ രചിച്ചതാരാ? ഉണ്ണായി വാര്യർ. നളചരിത മാട്ടക്കഥയെ കേരളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചതാരുടെ? ജോസഫ് മുണ്ടശ്ശേരി. വിശേഷിപ്പിച്ചതാരാ? ജോസഫ് മുണ്ടശ്ശേരി. ഇനി ആരെയും അനുകരിക്കാത്ത, ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉണ്ണായി വാര്യരാണ്. ഒന്നുകൂടെ, ആരെയും അനുകരിക്കാത്ത, ആർക്കും അനുകരിക്കുവാൻ കഴിയാത്ത, അല്ലെ, ആവാത്ത കവി, അതാണ് ഉണ്ണായി വാര്യർ. സെറ്റല്ലേ? ഇനി അടുത്തയാള് ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണ് ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ള ചോദ്യങ്ങളുണ്ട്, അല്ലെ? ഇരയിമ്മൻ തമ്പിയുടെയാണ് ഉത്തരാസ്വയംവരം. ഇത് നമ്മളിവിടെ പറഞ്ഞു. ഇരയിമ്മൻ തമ്പി, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം. ഒന്നുകൂടെ, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം. സെറ്റല്ലേ? ഇനി സുഭദ്രാപഹരണം, അല്ലെ? സുഭദ്രാപഹരണം, രാജസൂയം എന്നിവ രചിച്ചിരിക്കുന്നത് കാർത്തിക തിരുനാളാണ്. ഒന്നുകൂടെ, സുഭദ്രാപഹരണം, രാജസൂയം എന്നിവ രചിച്ചിരിക്കുന്നത് കാർത്തിക തിരുനാൾ. ഇനി രുക്മിണി സ്വയംവരം, അംബരീക്ഷ ചരിതം എന്നീ ആട്ടക്കഥകൾ രചിച്ചത് അശ്വതി തിരുനാളാണ്. ഒന്നുകൂടെ, രുക്മിണി സ്വയംവരം, അതുപോലെ തന്നെ അംബരീക്ഷ ചരിതം എന്നീ ആട്ടക്കഥകൾ എഴുതിയത് ആരാണ്? അത് അശ്വതി തിരുനാളാണ്. ഇനി കർണശപഥം എന്ന ആട്ടക്കഥ എഴുതിയത് മാധവൻ നായരാണ്. മാധവൻ നായർ എന്ന് പറയുന്ന മാലി മാധവൻ നായര. മാലി എന്നതാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം. ഓക്കെ അല്ലെ മക്കളെ? കർണശപഥം എഴുതിയത് ആരാണ്? മാധവൻ നായരാണ്. ഇനി നോക്കിയേ, ബുദ്ധചരിതം, ചിത്രാംഗത എന്നീ ആട്ടക്കഥകൾ എഴുതിയത് NV കൃഷ്ണവാര്യർ. ഒന്നുകൂടെ, ബുദ്ധചരിതം, ചിത്രാംഗത എന്നീ ആട്ടക്കഥകൾ എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യരാണ്. സെറ്റിലട, കണക്റ്റാക്കി വെച്ചൂടെ? അപ്പൊ ഇത്രയും എന്ത് ചെയ്തോണം? ഈ ഭാഗത്തിനനുസരിച്ച് പഠിച്ചു വെച്ചോണം. ഇനി ചോദ്യത്തിലേക്ക്. ഭൂമി, ഇത് 115/2025, ഇതും അടുത്ത് കഴിഞ്ഞതാണ്, അല്ലെ? 115/2025. ചോദ്യം ഇതാണ്, ഭൂമി സമാനാർത്ഥമുള്ള പദം ഏത്? ഭൂമി. നളിനിയുണ്ട്, നിശീതിനിയുണ്ട്, രജനിയുണ്ട്, മേദിനിയുണ്ട്. കൊള്ളാം, അല്ലെ? അവിടെ ഓർത്തു വയ്ക്കുക, മേദിനി, അല്ലെ? മേദിനിയാണ് ഭൂമി. മേദിനി. ഞാൻ എന്റെ എല്ലാ ആദ്യത്തെ ക്ലാസ്സിലും ഭൂമിന്റെ പര്യായങ്ങൾ കൊടുക്കാറുണ്ട്. ധര, ധരിത്രി, ക്ഷമിക്കുക, ധര, ധരിത്രി. ധരിത്രി, ധാത്രി, ധരണി, ക്ഷിതി, ക്ഷോണി, മേധിനി, മേധിനി, അവനി. ഈ വാക്കുകൾ എന്ത് വെച്ചോണം? ഭൂമിക്ക് പര്യായങ്ങളാക്കി നോക്കി വെക്കണം. ധര, ധരിത്രി, ധാത്രി, ധരണി, ക്ഷിതി, ക്ഷോണി, മേദിനി. ഒന്നുകൂടെ പറഞ്ഞേ. ധര, ധരിത്രി, ധാത്രി, ധരണി, ക്ഷിതി, ക്ഷോണി, മേദിനി, അവനി. ഇവയൊക്കെ തന്നെ ഭൂമിയുടെ പര്യായങ്ങളാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ സമാനാർത്ഥം ചോദിച്ചുകൊണ്ട് തന്നെ ചില വാക്കുകളും അതിന്റെ സമാനാർത്ഥങ്ങൾ നോക്കി വരാം. കാരണം ഇവിടെ നളിനയൊക്കെ ഉള്ളതുകൊണ്ട്. നോക്കിയേ, നളിനം താമരപ്പൂവാണ്. നളിനം എന്ന വാക്കിന് അർത്ഥം എന്താ? താമരപ്പൂവ്. അതേസമയം നളിനി എന്നാണെങ്കിലോ താമര പൊയ്കയുമാണ്. ഒന്നുകൂടെ, നളിനം എന്ന വാക്കിന് താമരപ്പൂവ് എന്ന അർത്ഥം എടുക്കുമ്പോൾ നളിനി എന്ന വാക്കിന് താമര പൊയ്ക എന്ന അർത്ഥം എടുക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി ഫലനം എന്നാണ് വാക്കെങ്കിൽ നോക്കിയേ,
പലലം എന്നാണ് വാക്കെങ്കിൽ പലലം മാംസമാണ്. ഇനി പലാലം എന്നാണ് വാക്കെങ്കിലോ പലാലം. ഓക്കെ അല്ലെ? പലാലം വൈക്കോലാണ്. മക്കളെ പലലം മാംസം, പലലം മാംസം അല്ലെ? പലാലം വൈക്കോൽ, പലാലം വൈക്കോൽ. ഇനി പ്രേക്ഷകൻ, പ്രേക്ഷകൻ, ഈ രണ്ട് വാക്കിന്റെ അർത്ഥം കുറെ കാലം കൊണ്ട് എല്ലാവരും ചോദിച്ചു നടക്കുന്നതാണ് അല്ലെ? പ്രേക്ഷകൻ എന്ന വാക്കിന് കാഴ്ചക്കാരൻ എന്നർത്ഥം. പ്രേക്ഷകൻ, കാഴ്ചക്കാരൻ. ഓക്കെ അല്ലെ? അതേസമയം പ്രേക്ഷകനാണ് എങ്കിൽ സന്ദേശം അയക്കുന്നയാൾ. ഒന്നുകൂടെ, സന്ദേശം അയക്കുന്നയാൾ, സന്ദേശം അയക്കുന്നയാൾ. ഓക്കെ. ഇനി ഘാതകൻ എന്ന വാക്കിന് കൊലയാളി എന്നർത്ഥം. ഘാതകൻ എന്ന വാക്കിന് രക്ഷിക്കുന്നവനർത്ഥം. ഇനി ഈ ഘാതകന്, ഇത് കുഴിക്കുന്നവൻ എന്നർത്ഥം. കുഴിക്കുന്നവൻ അല്ലെ? അപ്പൊ ഓർത്തു വെക്കാലോ, ഘാതകൻ, ഘാതകൻ, ഘാതകൻ. സെറ്റ് അല്ലേ? എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ആ വാക്കുകൾ തന്നെ എടുത്തത്. ഓർത്തു വെക്കും എന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. ഇവിടെ 174/2025 ചോദിച്ച ചോദ്യമാണ്. 174/2025. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? ആരാണ് വൈസ് ചെയർപേഴ്സൺ? പ്രശസ്തനായ ഒരു കലാകാരനും പിന്നണി സിനിമ ഗായകനുമാണ് അദ്ദേഹം അല്ലെ? അത് അദ്ദേഹമാകാം, സ്ത്രീയുമാകാം. ഇവിടെ വിജയരാജ മല്ലികയുണ്ട്, കെ സച്ചിദാനന്ദനുണ്ട്, പുഷ്പവതി പൊയ്പ്പാടത്തുണ്ട്, സിതാര കൃഷ്ണകുമാറുണ്ട്. നമുക്ക് ഒരു സംശയവും വേണ്ട, ഉത്തരം വരുന്നത് ഈ പറയുന്ന പുഷ്പവതി പൊയ്പ്പാടത്ത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. പുഷ്പവതി പൊയ്പ്പാടത്ത്, പുഷ്പവതി പൊയ്പ്പാടത്ത്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ എന്ന ചോദ്യം. അപ്പൊ നമ്മളവിടെ കേരള സംഗീത നാടക അക്കാദമിയിലേക്ക് വരുന്നു. അക്കാദമി. എങ്ങനെ? കേരള സംഗീത നാടക അക്കാദമി. പറഞ്ഞേ, അക്കാദമി. ഓക്കെ. ഇനി ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ചോദ്യം സെറ്റ് അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചേ. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ. ഒന്നുകൂടെ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ. ഒന്നുകൂടെ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ. ഓക്കെ. ഇനി കേരള സാഹിത്യ അക്കാദമി ആണെങ്കിൽ, സാഹിത്യ അക്കാദമി ആരാണ്? കെ സച്ചിദാനന്ദൻ. ഓക്കെ അല്ലേ? കെ സച്ചിദാനന്ദൻ. അതിന്റെ വള്ളിയും പുള്ളിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ലേ? ശരി, നമുക്ക് ക്ലിയർ ചെയ്യാം. കെ സച്ചിദാനന്ദൻ. ഓക്കെ അല്ലേ? കെ സച്ചിദാനന്ദൻ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ, കെ സച്ചിദാനന്ദൻ. ആ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കെ സച്ചിദാനന്ദൻ. അപ്പോ അവിടെ ഒരു കുഞ്ഞു ചോദ്യമുണ്ട്. സച്ചിദാനന്ദൻ എന്ന വാക്ക് പിരിച്ചെഴുതാനായിട്ട് ചോദിക്കും. ഞാനിത് പറഞ്ഞു വരാം നമുക്ക്. ഓക്കെ. കെ സച്ചിദാനന്ദൻ. അപ്പോ സച്ചിദാനന്ദൻ സത് അധികം ചിത് അധികം ആനന്ദൻ എന്ന വാക്കാണ്. ഓക്കെ അല്ലേ? സത് ചിത് ആനന്ദൻ. ഒന്നുകൂടെ, സത് ചിത് ആനന്ദൻ. സെറ്റ് അല്ലേ? അതാണ് സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനാണ് കെ സച്ചിദാനന്ദന. ഓക്കെ അല്ലേ? ഇനി കേരള ലളിതകല അക്കാദമി, ലളിതകല അക്കാദമി, ലളിതകല അക്കാദമി ആരാണ്? മുരളി ചീരോത്ത. മുരളി ചീരോത്ത, മുരളി ചീരോത്ത. ഓക്കെ. ഇനി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലോ? ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് പള്ളിയറ ശ്രീധരൻ, പള്ളിയറ ശ്രീധരൻ, ശ്രീധരൻ. ഓക്കെ അല്ലേ? പള്ളിയറ ശ്രീധരൻ. മേഖല ഏതാണ്? ബാല. ഓക്കെ, ഏതാണ് പറഞ്ഞേ? ബാലസാഹിത്യം അല്ലെ? ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ പള്ളിയറ ശ്രീധരൻ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അദ്ദേഹം ഒരു മാത്തമെറ്റീഷ്യൻ ആണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളും PSC ചോദിക്കാറുണ്ട്. ഇനി ചിലപ്പോൾ ഒരു ചോദ്യം കൂടെ വരും. നമുക്ക് നമ്മുടെ കണ്ണൂര് ചിറക്കലുള്ള എന്താണ് ഫോക്ലോർ അക്കാദമി, അത് OS ഉണ്ണികൃഷ്ണൻ. ഫോക്ലോർ അക്കാദമി അധ്യക്ഷൻ ആരാ? OS ഉണ്ണികൃഷ്ണൻ. ഫോക്ലോർ അക്കാദമി അധ്യക്ഷൻ ആരാ? OS ഉണ്ണികൃഷ്ണൻ. ഓക്കെ അല്ലേ? നല്ല പോയിന്റ് അല്ലേ? കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? മക്കളെ, പഠിക്കാൻ പറ്റത്തില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ അകത്ത് ഇതൊക്കെ നമ്മൾ പല ഭാഗത്തായിട്ട് പഠിച്ചു വെച്ചതാ.
ഒന്ന് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് റിവൈസ് ചെയ്തെടുക്കുന്നു, ഒന്ന് വീണ്ടും ഒന്ന് പറഞ്ഞ് ഓർത്തെടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അധികം കാര്യങ്ങൾ പറയാതെ ഈ പറഞ്ഞ ചോദ്യങ്ങളിലേക്കൊക്കെ തന്നെ പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം: കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം. നല്ല ചോദ്യമല്ലേ? ഒന്നുകൂടെ: കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം. ഒരു സംശയം വേണ്ട, അതിന്റെ ഉത്തരമാണ് എൽദോസ് പോൾ എന്നുള്ള ഉത്തരം. എൽദോസ് പോൾ. ആരാണ്? എൽദോസ് പോൾ. ശരി മക്കളെ, നിങ്ങൾക്ക് ഞാനൊരു കുഞ്ഞു ജോലി തരുന്നു. എന്റെ ചോദ്യം ഇതാണ്: ഈ എൽദോസ് പോൾ ഏത് കായിക ഇനത്തിൽ ശ്രദ്ധേയനാണ്? ഏത് കായിക ഇനത്തിൽ ശ്രദ്ധേയനാണ് എൽദോസ് പോൾ? ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കുക. എൽദോസ് പോൾ ഏത് കായിക ഇനത്തിൽ ശ്രദ്ധേയനാണ്? അത് മാത്രം ഒന്ന് കമന്റ് ചെയ്തേക്കുക. സെറ്റ് അല്ലേ? എങ്കിൽ ഞാൻ ഇവിടെ മറ്റൊരു ചോദ്യം തരാം. ഈ ചോദ്യം വന്നത് 5/2024, അല്ലെങ്കിൽ ഈ ചോദ്യം വന്നത് 3/2026. ചോദ്യം ഇങ്ങനെയാണ്: 2025 ICC വനിതാ വേൾഡ് കപ്പ് മത്സരത്തിൽ സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിച്ച മലയാള വനിതാ ക്രിക്കറ്റർ ആരാണ്? ഓപ്ഷനിൽ ഹർമൻപ്രീത് കൗർ ഉണ്ട്, ജമീമ റോഡ്രിഗസ് ഉണ്ട്, സ്മൃതി മന്ദാനയുണ്ട്, അതുപോലെ തന്നെ ഷഫാലി വർമ്മയുണ്ട്. 4 പേരും മികച്ച എന്താണ് താരങ്ങളാണ് അല്ലെ? എങ്കിലും നമ്മൾ എവിടെ പോകുന്നു? ജമീമ റോഡ്രിഗസിലേക്ക് പോകുന്നു. ആരാണ്? ജമീമ റോഡ്രിഗസ്. ഒന്നുകൂടെ: ജമീമ റോഡ്രിഗസ്. ക്ലിയർ അല്ലേ? ഇനി ഇപ്രാവശ്യത്തെ 2025 ICC വനിതാ ലോകകപ്പ് വനിതാ ലോകകപ്പ് വിജയികൾ ആരാണ്? ഇന്ത്യയാണ് അല്ലെ? ഇന്ത്യയാണ്. 2025 ICC വനിതാ ലോകകപ്പ് വിജയികൾ ആരാണ്? അത് ഇന്ത്യയാണ് അല്ലെ? അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ? സത്യത്തിൽ പുരുഷന്മാർ 1983 കപ്പ് നേടുമ്പോ ഇവിടുത്തെ 2025 പെൺപുലികൾ കപ്പ് നേടി. വരുന്ന വർഷങ്ങളിൽ ഇനി ആ കപ്പുകളുടെ എണ്ണം കൂടുതലാക്കും അല്ലെ? ഇനി ഇവിടെ നോക്കി, ഇവിടെ നമ്മുടെ ചോദ്യം ഇത് നമ്മൾ വളരെ പിരിമുറുക്കത്തോടെ കണ്ടൊരു മത്സരമായിരുന്നു അല്ലെ? ICC വനിതാ ലോകകപ്പ് സെമിയിൽ ഇന്ത്യ ഫൈനലിലേക്ക് നയിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അല്ലെ, അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ജമീമ റോഡ്രിഗസിന്റെ മിടുക്കാണ്. പേര് പറഞ്ഞേ, ജമീമ റോഡ്രിഗസ്. എന്നുള്ള പേര് പറഞ്ഞേ, ജമീമ റോഡ്രിഗസ്. ഇത് 128/2025, അതായത് ഏറ്റവും അടുത്തായിട്ടൊക്കെ PSC ചോദിച്ച ചോദ്യം. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ശരിയാണോ തെറ്റാണോ? പക്കാ ശരി അല്ലെ? ഇനി 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയതാണ് അവാർഡ്. ശരിയാണോ? ശരിയാണോ? പറഞ്ഞേ, എങ്ങനെയാണ്? 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ശരി തന്നെയാണ്, അത് ശരിയാ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ശരിയോ തെറ്റോ? അത് തെറ്റായിപ്പോയി അല്ലെ? അത് തെറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുത്തച്ഛൻ പുരസ്കാരം എന്നൊരു ഭാഗത്തേക്ക് പോകുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛനെ അറിയാം, ഇതാണ് പുരസ്കാരത്തിന്റെ ഒരു മാതൃക. നോക്കാം നമുക്ക്. എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഒന്നുകൂടെ: കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം. ഓക്കെ അല്ലെ? ഇനി ഏർപ്പെടുത്തിയ വർഷം ചോദിക്കും. ഏർപ്പെടുത്തിയ വർഷം അതാണ് 1993. ഏർപ്പെടുത്തിയ വർഷം ഏതാ? 1993. പുരസ്കാര തുക 5 ലക്ഷം രൂപ. പ്രൈസ് എമൗണ്ട് എത്രയാ? 5 ലക്ഷം രൂപ. ഒന്നുകൂടെ: പ്രൈസ് എമൗണ്ട് എത്രയാ? 5 ലക്ഷം രൂപ. ഇനി പുരസ്കാരം നൽകുന്നത് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ: കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റുമാണ് അല്ലെ? ഏർപ്പെടുത്തിയ വർഷം 1933. പുരസ്കാര തുക 3 ലക്ഷം രൂപ. പുരസ്കാരം നൽകുന്നത് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു ശൂരനാട് കുഞ്ഞൻപിള്ള. സെറ്റ് ചോദ്യമാണ്, അത് പഠിച്ചു വെച്ചോണം. എങ്ങനെ? എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യ വ്യക്തി ആരാ? ശൂരനാട് കുഞ്ഞൻപിള്ള. സത്യത്തിൽ നമ്മുടെ ചോദ്യം അത് തന്നെ ആയിരുന്നില്ലേ? 24 ശൂരനാട് കുഞ്ഞൻപിള്ള എന്നാണ്. അല്ല, അദ്ദേഹം ആദ്യത്തെ വ്യക്തിയാ. 93 ആദ്യത്തെ വ്യക്തിയാ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പി വത്സലയാണ്. ഞാൻ ഈ ചോദ്യം എന്തുകൊണ്ട് വീണ്ടും തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ, അതായത് പി വത്സലയുടെ രചനകളൊക്കെ തന്നെ വളരെ പ്രധാനമാണ്. പിന്നെ
ഈ കിളിക്കാലം എന്നത് അവരുടെ ആത്മകഥാംശമുള്ള ഒരു കഥയാണ്. ഒന്നുകൂടെ ആരുടെ എഴുത്തച്ഛൻ അവാർഡ് നേടിയ 21 എഴുത്തച്ഛൻ അവാർഡ് നേടിയ പി വത്സലയുടെ ഒന്നുകൂടെ ആ പി വത്സല, പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പി വത്സല. ഓക്കെ അല്ലേ? ഇനി അവരുടെ ആത്മകഥയുടെ പേരാണ് കിളിക്കാലം. പി വത്സല ആത്മകഥ ഏതാ? കിളിക്കാലം. പി വത്സല ആത്മകഥ ഏതാ? കിളിക്കാലം. അപ്പോൾ സംശയം ചോദിച്ചോടെ, കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന കോഴിക്കോടിന്റെ കഥാകാരൻ അതാണ് എസ് കെ പൊറ്റക്കാട്. ഓക്കെ അല്ലേ? അതുപോലെ വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നതാ, അതാണ് പി വത്സല. വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നു. എങ്ങനെ അറിയപ്പെടുന്നു? തിരുനെല്ലിയുടെ കഥാകാരി. 2 സെറ്റ് അല്ലേ? ഓർത്തു വെച്ചിരിക്കാൻ പറ്റില്ലേ? നോക്കിയേ, 93 ആദ്യ ജേതാവാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. 94 തകഴി ശിവശങ്കരപിള്ള. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. തകഴി ശിവശങ്കരപിള്ള. 95 ബാലാമണിയമ്മ. 2001 പി വത്സല. ഇനി 2022 അത് സേതുവാണ്. സേതുമാധവൻ. 2023 എസ് കെ വസന്തൻ. ഒന്നുകൂടെ, 93 ശൂരനാട് കുഞ്ഞൻപിള്ള, 94 തകഴി ശിവശങ്കരപിള്ള, 95 ബാലാമണിയമ്മ, 96 പി വത്സല, 2021 പി വത്സല, 2022 സേതു. പി വത്സല ഞാൻ പറഞ്ഞു വയനാടിന്റെ കഥാകാരി അല്ലെ? വയനാടിന്റെ കഥാകാരി. തിരുനെല്ലിയുടെ കഥാകാരി. ഞാനിത് എടുത്തെടുത്ത് പറയുന്നതാ, കാരണം പി വത്സലയുടെ നെല്ല് അത്രമേൽ പ്രധാനമാണ്. നെല്ലെഴുതിയത് പി വത്സല. നെല്ലെഴുതിയത് പി വത്സല അല്ലെ? ഒന്നുകൂടെ, നെല്ലെഴുതിയതാ പി വത്സലയാണ്. ഇനി എസ് കെ വസന്തൻ 2023 എസ് കെ വസന്തൻ പുരസ്കാരം നേടുന്നത്. ഓക്കെ. ഇനി 2024 വരുമ്പോൾ അത് എൻ എസ് മാധവനാണ്. 2024 ആരാ? എൻ എസ് മാധവൻ. അദ്ദേഹത്തിനെ നമ്മൾ പരിചയപ്പെടുന്നത് സത്യത്തിൽ ഹിഗ്വിറ്റയിലൂടെയാണ്. കൊളംബിയൻ ഗോൾ കീപ്പറായ റെനെ ഹിഗ്വിറ്റെ. സത്യത്തിൽ ഈ ഹിഗ്വിറ്റയെ ഇഷ്ടപ്പെടാത്തവർ അന്ന് വിരളമായിരിക്കും അല്ലെ? അദ്ദേഹത്തിന്റെ കളിയും അദ്ദേഹത്തിന്റെ രീതിയും ഒക്കെ തന്നെ നമുക്ക് പ്രിയങ്കരവുമാണ്. ഓർത്തു വെക്കുക, ഹിഗ്വിറ്റ അദ്ദേഹത്തിന്റെ പ്രധാന കഥാസമാഹാരങ്ങളാണ്. അതുപോലെ ചൂളൈമേടിലെ ശവങ്ങളും, തിരുത്തും, പഞ്ചകന്യകളും, ഭീമച്ചനും ഒക്കെ തന്നെ ആരുടെയാണ്? എൻ എസ് മാധവന്റെ നോവലുകളാണ്. ഇനി ശ്രദ്ധിക്കുക, അത് കഥാസമാഹാരങ്ങൾ, നോവലല്ല, കഥാസമാഹാരം. അപ്പൊ എൻ എസ് മാധവന്റെ നോവൽ ഏതാണ്? എൻ എസ് മാധവന്റെ നോവലാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ. ഒന്നുകൂടെ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ. മക്കളെ, കഥാസമാഹാരങ്ങൾ ഒന്നുകൂടെ: ഹിഗ്വിറ്റ, ചൂളൈമേടിലെ ശവങ്ങൾ, തിരുത്ത, പഞ്ചകന്യകൾ, ഭീമച്ചൻ. ഇനി നോവലാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ. ലേഖനം പുറം മറുപുറം. ഇവിടെ ഞാൻ ലണ്ടൻ ബത്തേരിയിൽ ലുത്തീനികളുടെ പകർപ്പെട്ടിട്ടുണ്ട്. 1970 നോക്കിയേ, 1970 പ്രസിദ്ധീകരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥയാണ് ശിശു. 70 പ്രസിദ്ധീകരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥ ഏതാ? ശിശു. ഇനി അദ്ദേഹം ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന നോവൽ ഇംഗ്ലീഷ് വിവർത്തനത്തിന് ക്രോസ്വേഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് വിവർത്തനത്തിന് ക്രോസ്വേഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇനി എൻ എസ് മാധവന്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് രാജേഷ് രാജ്മോഹൻ. ഓക്കെ അല്ലെ? ഇനി വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന ചെറുകഥയെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമാണ് കായാതരൻ. അതായത് ഇദ്ദേഹത്തിന്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കിയാണ് ഹിന്ദിയിലെ കായാതരൻ എന്ന ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി 2025 കെ ജി ശങ്കരപിള്ളയാണ്. 2025 ആരാ? കെ ജി ശങ്കരപിള്ള. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം കൊടുക്കുന്നത്. പുരസ്കാര തുക 5 ലക്ഷം രൂപ. തുക എത്രയാ? 5 ലക്ഷം രൂപ. പിന്നെ പ്രശസ്തി പത്രം, ശില്പം. നമ്മൾ ഓൾറെഡി എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഇനി കെ ജി ശങ്കരപിള്ളയുടെ കവിതകൾ നോക്കിയേ. കെ ജി ശങ്കരപിള്ളയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചു. ഒന്നുകൂടെ 5 ലക്ഷവും പ്രശസ്തി പത്രവും ശില്പമാണ് സമ്മാന തുക.
ഇനി KG ശങ്കരപിള്ളയ്ക്ക് അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. KG ശങ്കരപിള്ളയുടെ ബംഗാൾ ആധുനിക കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ബംഗാൾ ആധുനിക കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകല്ലോ. വീണ്ടും ഒരു പുരസ്കാരമാണ് ചോദ്യം. ചോദ്യം 174/2025 2024 വയലാർ രാമവർമ്മ പുരസ്കാരം നേടിയത് ആരെന്നാണ് ചോദ്യം. 174/2025 എന്ന് പറയുമ്പോൾ 2025 ഒടുവിലത്തെ എക്സാമിന്റെ ചോദ്യ പേപ്പറുകൾ ഒന്ന് കണ്ടോ. അപ്പൊ മക്കളെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കണ്ടന്റ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം അത്രയേറെ കാര്യങ്ങൾ റെഫർ ചെയ്ത് അത്രയേറെ കാര്യങ്ങൾ നോക്കി വേണം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ. കാരണം നിങ്ങൾക്ക് അത്രയേറെ പ്രയോജനപ്പെടണം. അപ്പൊ ഞങ്ങളുടെ നല്ലൊരു സമയമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഒരു എന്താ പറയുക, കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് അത് തന്നെയാണ്. സോ കഴിയുന്നിടത്തോളം എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്താൽ വായിച്ചൊക്കെ വരണം. ഓക്കെ, ശ്രദ്ധിച്ച്. അപ്പൊ അതുകൊണ്ടാണ് ഞാനും ഈ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല സ്ട്രെയിനുള്ള പരിപാടി കേട്ടോ. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വരിക, അതാണ് ഏറ്റവും സന്തോഷം. അപ്പോ നിങ്ങൾക്ക് വേണ്ടത് 2024 വയലാർ രാമവർമ്മ പുരസ്കാര ജേതാവിനെയാണ് അല്ലെ. അപ്പോ അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഞാനിവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ആദ്യ ജേതാവ് 1977 ലളിതാംബിക അന്തർജനം. ആരാണ്? ലളിതാംബിക അന്തർജനം. 1978 ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഉറങ്ങട്ടെ. ഓക്കെ അല്ലെ? ലളിതാംബിക അന്തർജനമായിരുന്നെങ്കിൽ 78 ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി 1979 അത് യന്ത്രമാണ്. യന്ത്രം. മലയാറ്റൂർ. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ 77 ആദ്യ പുരസ്കാരം ലളിതാംബിക അന്തർജനത്തിന്. കൃതി അഗ്നിസാക്ഷി. കൃതി വേണമല്ലോ. കൃതി അഗ്നിസാക്ഷി. ഓക്കെ അല്ലേ? അഗ്നിസാക്ഷി എന്നാണ്. അഗ്നിസാക്ഷി. സെറ്റ് അല്ലേ? അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ. അഗ്നിപുത്രി മലയാളത്തിലെ ഒരു വ്യക്തിക്ക് മികച്ച തിരക്കഥകർക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യമായിട്ട് നേടിക്കൊടുത്തത് ഈ പറയുന്ന ഒരു തിരക്കഥയാണ്. ഓക്കെ അല്ലേ? അഗ്നിപുത്രി. ഏതാണ്? അഗ്നിപുത്രി. എങ്കിൽ പറഞ്ഞേ, ആ തിരക്കഥ ഒരുക്കിയതാരാ? ആ തിരക്കഥ ഒരുക്കിയത് സംശയമൊന്നും വേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളാം. ഓക്കെ, SL പുരം സദാനന്ദൻ. മിടുക്കർ. SL പുരം സദാനന്ദൻ. ഏകദേശം അതിനൊരു ധാരണയായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 77, 78, 79 വർഷങ്ങൾ സെറ്റാണ്. ഇനി 2021 2021 ജേതാവ് ബെന്യാമിനാണ് അല്ലെ. 2021 ജേതാവ് ബെന്യാമിൻ. അദ്ദേഹത്തിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അതേ ബെന്യാമിന്റെ ഏറ്റവും പുതിയ കൃതികളിലൊന്നാണ്, തീരെ പുതിയതല്ല എന്നിരുന്നാലും പുതിയ കൃതികളിലൊന്നാണ് മൾബറി എന്നോട് നിന്റെ സോർവയെ കുറിച്ച് പറയും. ഒന്നുകൂടെ, മൾബറി എന്നോട് നിന്റെ സോർവയെ കുറിച്ച് പറയും. നല്ല പോയിന്റ് അല്ലേ? ഇനി 2022 എസ് ഹരീഷ് ആണ്. 2022 എസ് ഹരീഷ് കൃതി മീശ. ഒന്നുകൂടെ, എസ് ഹരീഷ് കൃതി ഏതാ? മീശ. 2023 ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം. ഒന്നുകൂടെ, ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം. ക്ലിയർ അല്ലേ മക്കളെ? 2024 കൈയിരിക്കുന്ന കക്ഷി, ഇദ്ദേഹത്തെ അറിയാമോ നോക്കിയേ. ആർക്കെങ്കിലും അറിയാവോ? അറിയുന്നവർ പറഞ്ഞോളാം, ധൈര്യമായിട്ട് പറഞ്ഞോളാം. അറിയുന്നവര് ധൈര്യമായിട്ട് പറയാം. അശോകൻ ചെരുവിൽ. ഓക്കെ അല്ലെ? ഒന്നുകൂടെ, അശോകൻ ചെരുവിൽ 2024 കൃതി കാട്ടൂർ കടവ്. ഓക്കെ അല്ലെ? അതായത് അശോകൻ ചെരുവിന്റെ കാട്ടൂർ കടവാണ് 2024 പുരസ്കാരം നേടിയത്. 2025 ഈ സന്തോഷ് കുമാർ. 2025 ഈ സന്തോഷ് കുമാർ അദ്ദേഹത്തിന്റെ കൃതിയാണ് തപോമയുടെ അച്ഛൻ. ഞാനിവിടെ അതിന്റെ ചിത്രം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. തപോമയുടെ അച്ഛൻ. മക്കളെ ഉറപ്പിച്ചോ, ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ പ്രധാനമായി ഈ പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരവും എന്താണ് നമ്മുടെ വയലാർ അവാർഡും ഓടക്കുഴൽ അവാർഡും മാത്രമായിരിക്കും അവർ ആദ്യം നോക്കുക, പിന്നെ ബാക്കിയുള്ളതിലേക്ക് പോകും. സോ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് അല്ലേ? ഇനി 115/2025 ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് എന്നാണ് ചോദ്യം. സാഹിത്യ മാസിക.
ഓക്കെ അല്ലേ? സാഹിത്യ മാസിക ഏത് എന്നാണ് ചോദ്യം. അവിടെ നിസ്സംശയം നമുക്ക് ഉത്തരം പറയാം. അതാണ് വിദ്യാവിലാസിനി എന്നത്. ഒന്നുകൂടെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഈ പറഞ്ഞ വിദ്യാവിലാസിനി. കണ്ടോ, ഇവിടെ ഞാൻ അതിന്റെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. വിദ്യാവിലാസിനി, വിദ്യാവിലാസിനി. ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ അല്ലടാ, മുന്നോട്ട് പോകുന്നേ. ഇനി ഇത് 3/2025 26 ചോദിച്ച മറ്റൊരു ചോദ്യം. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ചോദ്യം ശ്രദ്ധിച്ചേ. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സത്യത്തിൽ ഒരു സംശയം വേണ്ട, ഒരു വാസം സാധ്യമല്ല അല്ലെ. ബാലേന്ദ്രൻ ചുള്ളിക്കാടുണ്ട്, വയലാർ ശരത്ചന്ദ്രവർമ്മയുണ്ട്, വയലാർ രാമവർമ്മയുണ്ട്. ആരായിരിക്കും എഴുതിയത്? ഓക്കെ, ഒരു സംശയം വേണ്ട, അത് ഇഞ്ചക്കാടനാണ്. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. എങ്ങനെ? ഇഞ്ചക്കാട് ബാലേന്ദ്രൻ. ഒന്നുകൂടെ, ഇഞ്ചക്കാട് ബാലേന്ദ്രൻ. സെറ്റ് അല്ലേ? മുന്നോട്ട് പോട്ടെ. ഇനി ഇതും 26-ൽ വന്ന മറ്റൊരു വ്യത്യസ്തമാർന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്. കടലാഴം എത്തുമ്പോൾ, എങ്ങനെ? കടലാഴം എത്തുമ്പോൾ ഈ പഠന ഗ്രന്ഥം ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷനിലെ ചെമ്മീനുണ്ട്, ചുവന്ന കടലുണ്ട്, പുള്ളിയനുണ്ട്, മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്നിവയുണ്ട്. ഏതായിരിക്കും? കടലാഴം, ചെമ്മീനോ, ചുവന്ന കടലോ, മരക്കാപ്പിലെ തെയ്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, അത് പുള്ളിയാനാണ്. ഓക്കെ, അല്ലെങ്കിൽ പുള്ളിയൻ എന്ന് പറയാം നമുക്ക്. അപ്പൊ പുള്ളിയനെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് നോക്കാം. ഇത് പുള്ളിയൻ എന്ന ബുക്കാണ്. പുള്ളിയൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ അതിന്റെ കുറച്ച് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കണ്ടോ? EP രാജഗോപാലനാണ് ഇതിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണയായില്ലേ? ശരി, സന്തോഷം. അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം, ഞാനിവിടെ അതിന്റെ ചിത്രവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ക. ശരി. ഇനി ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കഥകളി സംഗീതത്തിൽ 2 പാട്ടുകാരുണ്ട്. പ്രധാന പാട്ടുകാരിൽ, അത് ശരിയല്ലേ? കഥകളി സംഗീതത്തിൽ 2 പാട്ടുകാരല്ലേ ഉള്ളത്? കറക്റ്റ് ആണ്. പ്രധാന പാട്ടുകാരിൽ പൊന്നാനി എന്നും സഹായിക്കുന്ന മറ്റൊരാളെ ശിങ്കിടി എന്ന് വിളിക്കും. പ്രധാന പാട്ടുകാരിൽ ഒരാളെ പൊന്നാനി എന്ന് വിളിക്കുമ്പോൾ ഒരാളെ ശിങ്കിടി എന്ന് വിളിക്കുന്നു. അതായത് 1-ാം ഗായകൻ പൊന്നാനി, 2-ാം ഗായകൻ ശിങ്കിടി അല്ലെ? അതും കറക്റ്റ് ആണ്. ഇനി കഥകളി ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ഒന്നാണ് മദ്ദളം. കഥകളിയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ഒന്നാണ് മദ്ദളം. കുഴപ്പമില്ല, കറക്റ്റാ. ഇനി കഥകളിയിലെ പ്രധാന ചടങ്ങുകാരൻ ശിങ്കിടി എന്ന പേരിൽ അറിയപ്പെടും. കഥകളിയിലെ പ്രധാന പാട്ടുകാരൻ ശിങ്കിടി എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ ഇവിടെ തെറ്റായതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഇത് 3 ശരിയാണ്, ഇതാണ് തെറ്റ്. അപ്പൊ ഇതാണ് ഉത്തരം വരേണ്ടത്, ഡി. കഥകളിയിലെ പിന്നണി ഗായകൻ ഒരിക്കലും ശിങ്കിടിയല്ല. മകളെ, കഥകളിയിൽ 2 ഗായകന്മാരുണ്ട്. 1-ാം ഗായകൻ പൊന്നാനിയാണ്, 2-ാം ഗായകൻ ശിങ്കിടിയും. ഒന്നുകൂടെ, 2-ാം ഗായകൻ 1-ാം ഗായകൻ പൊന്നാനി, 2-ാം ഗായകൻ ശിങ്കിടി. ഓക്കെ അല്ലേ? എങ്ങനെ? ശിങ്കിടി. ഓക്കെ അല്ലേ? 1-ാം ഗായകൻ പൊന്നാനി, 2-ാം ഗായകൻ ശിങ്കിടി. ലോകത്തിലെ ഏറ്റവും നയനമനോഹരമായ കലാരൂപങ്ങൾ ഒന്നാണ് കഥകളി. കലകളുടെ രാജാവ് എന്ന് വിളിക്കുന്നു, രാജാക്കന്മാരുടെ കല എന്ന് വിളിക്കുന്നു, ടോട്ടൽ തിയേറ്റർ എന്ന് വിളിക്കുന്നുണ്ട്, നൃത്തനാട്യം എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ? ഈ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാ? ആട്ടക്കഥ. ആട്ടക്കഥാ സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ ആട്ടക്കഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. ഒന്നുകൂടെ, കൊട്ടാരക്കര തമ്പുരാൻ. മകളെ, ആട്ടക്കഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാടാ? കൊട്ടാരക്കര തമ്പുരാൻ. ഒന്നുകൂടെ പേര് പറഞ്ഞേ. കൊട്ടാരക്കര തമ്പുരാൻ. ഒന്നുകൂടെ പേര് പറഞ്ഞേ. കൊട്ടാരക്കര തമ്പുരാൻ. ഓക്കെ അല്ലേ? അദ്ദേഹമാണ് ആട്ടക്കഥ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ രൂപം കൊടുത്തെടുക്കുന്നത്. സത്യത്തിൽ അന്ന് കോഴിക്കോട് മാനവേദൻ പരിഹസിക്കുന്നുണ്ട് അദ്ദേഹത്തെ, ഈ കലാരൂപം ഇങ്ങോട്ട് അയക്കാൻ പറയുന്ന സമയത്ത്. അതിന് ബദലായിട്ട് അദ്ദേഹം ചെയ്തതാണ് ഈ പറയുന്ന കലാരൂപം. സെറ്റ് അല്ലേ? വിട്ടുപോകില്ലല്ലോ, ഉറപ്പിക്കാലോ, ഓർത്തു വെക്കാലോ. വീണ്ടും കഥകളിയിലേക്ക്. കഥകളിയുടെ കൈമുദ്രകൾക്കനുസരിച്ചാണ് കഥകളിയിൽ ആശയാവിഷ്കാരം നടക്കുന്നത്. കഥകളിയിലെ ഹസ്തമുദ്രകൾക്ക് അടിസ്ഥാനമാകുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഗ്രന്ഥത്തിന്റെ പേരെന്താ? ഹസ്തലക്ഷണ ദീപിക. ഒന്നുള്ള ബുക്കിന്റെ പേര് പറഞ്ഞേ. ഹസ്തലക്ഷണ ദീപിക. ഒന്നുള്ള ബുക്കിന്റെ പേര് പറഞ്ഞേ. ഹസ്തലക്ഷണ ദീപിക. സെറ്റ് അല്ലടാ? പഠിച്ചു വെച്ചൂടെടാ? അറിഞ്ഞു വെച്ചൂടെ? ഇനി കഥകളിയിലെ പ്രധാനപ്പെട്ട ചില ആചാര്യന്മാരെ ഒന്ന് നോക്കി വെക്കണം. ഒന്ന് കലാമണ്ഡലം ഗോപി ആശാൻ.
കലാമണ്ഡലം രാമൻകുട്ടി ആശാൻ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം പത്മനാഭൻ ആശാൻ. ക്ലിയർ അല്ലേ? അപ്പോ ഇതിൽ ഈ പറയുന്ന ഇവരെല്ലാവരും ഈ പറയുന്ന തരത്തിലുള്ള എന്താണ് താരങ്ങളാണ്, വ്യക്തികളാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഓർത്തു വെക്കാം, കലാമണ്ഡലം രാമൻകുട്ടി നായർ അല്ലെ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കൃഷ്ണൻ നായർ, പത്മനാഭൻ നായർ, മങ്കൊമ്പ് ശിവശങ്കരപിള്ള, മടവൂർ വാസുദേവനാശാൻ, കലാമണ്ഡലം ഗോപിയാശാൻ. നീണ്ടു നീണ്ടു പോകുന്ന വലിയ നിര തന്നെയുണ്ട്, വലിയ നിര തന്നെയുണ്ട് അല്ലെ. അതാ കഥകളീന്റെ കഥ, കഥകളീന്റെ ചരിത്രവും കഥകളീന്റെ കഥയും അതാ. ഇനി കഥകളി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മുടിയേറ്റ്. എന്തുണ്ട്? മുടിയേറ്റ്. ഓക്കെ അല്ലേ? മുടിയേറ്റ്. ഓക്കെ. അപ്പോ ഈ കഥകളിയും മുടിയേറ്റും അതുപോലെ തന്നെ ഓർത്തു വെച്ചോണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കലാരൂപമുണ്ട്, കൂടിയാട്ടം. കൂടിയാട്ടം. ഞാൻ ഈ മുടിയേറ്റും കൂടിയാട്ടവും ഒരുമിച്ചെടുക്കാൻ ഒരു കുഞ്ഞു കാര്യമുണ്ട്. 2025-ലും 2024-ലും PSC ചോദിച്ചിരുന്നു, യുനെസ്കോ ലോക പൈതൃക പട്ടിക ഉൾപ്പെടുത്തിയ ഭാരതീയ നൃത്തരൂപങ്ങൾ, കേരളീയ നൃത്തരൂപങ്ങൾ ഏതൊക്കെയെന്നുള്ളത്. ഇതിൽ കൂടിയാട്ടം വളരെ പ്രധാനമാണ്. കൂടിയാട്ടം കലകളുടെ മുത്തശ്ശി എന്നാണ് വിളിക്കുക. കലകളുടെ മുത്തശ്ശി. എങ്ങനെ വിളിക്കുന്നു? കലകളുടെ മുത്തശ്ശി. ഒന്നുകൂടെ പേര് പറഞ്ഞ, കലകളുടെ മുത്തശ്ശി. ഓക്കെ അല്ലേ? ഇനി അഭിനയ കലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യമുള്ളത് കൊണ്ട് അഭിനയത്തിന്റെ അമ്മ എന്ന് വിളിക്കും. അഭിനയത്തിന്റെ അമ്മ. എങ്ങനെ വിളിക്കുന്നു? അഭിനയത്തിന്റെ അമ്മ. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷനെ ചാക്യാരെന്നും സ്ത്രീയെ നങ്ങ്യാരെന്നും പറയും. എങ്ങനെ പറയുന്നു? ചാക്യാരെന്നും നങ്ങ്യാരെന്നും പറയും. ഇവിടെ മിഴാവ് കൊട്ടുന്നത് അമ്പലവാസി നമ്പ്യാരാണ്. നമ്പ്യാർ മിഴാവ് കൊട്ടും. ഒന്നുകൂടെ, ചാക്യാർ അഭിനയിക്കുന്നു, നമ്പ്യാർ എന്താണ് നങ്ങ്യാർ കൂടെ ആടുന്നുണ്ട്, നമ്പ്യാർ മിഴാവ് കൊട്ടുന്നു. കൂടിയാട്ടത്തിന്റെ പ്രധാന വാദ്യോപകരണമാണ് മിഴാവ്. കൂടിയാട്ടത്തിന്റെ പ്രധാന വാദ്യോപകരണം ഏതാ? മിഴാവ്. വാദ്യോപകരണം ഏതാ? മിഴാവ്. ഒന്നുകൂടെ, വാദ്യോപകരണം ഏതാ? മിഴാവ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കൂടിയാട്ടം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കലാരൂപമാണ്. കിട്ടുന്നിടത്തോളം പോയിന്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ. ഇനി ഈ ഭാഗത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില മലയാള ചോദ്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നു. മക്കളെ എപ്പോഴും ശ്രദ്ധിക്കാൻ, നമ്മുടെ ചോദ്യപേപ്പറിൽ മിക്കവാറും വാക്യശുദ്ധിയിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകും. വാക്യശുദ്ധി. അതിൽ ഏറ്റവും പ്രധാനമാണ് ഏകദേശം. ഏകദേശം, ഏകദേശം, തോറും എന്നീ വാക്കുകൾ ഒരുമിച്ച് പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. ഏകദേശവും തോറും. അതുപോലെ തന്നെ സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ, സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം എന്ത് ചെയ്യരുത്? സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം എന്ത് ചെയ്യരുത്? ബഹുവചന പ്രത്യയങ്ങൾ ചേർക്കരുത്. ബഹുവചന പ്രത്യയങ്ങൾ എന്ത് ചെയ്യരുത്? ചേർക്കരുത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതായത് ആദ്യം പറഞ്ഞത് ഏകദേശം, തോറും എന്നീ വാക്കുകൾ ഉപയോഗിക്കരുത്. സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുവചന പ്രത്യയം ചേർക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ട്. അതുപോലെ ഒരു വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് ആണ് ചേരുന്നത് എങ്കിൽ രണ്ടാം ഭാഗവും തന്നെ വരണം. ആദ്യ ഭാഗത്ത് എന്താണ്? ആദ്യ ഭാഗത്ത് ഓ വന്നാൽ രണ്ടാം ഭാഗത്തും എന്ത് ചെയ്യണം? ഓ വരണം. ഇതാണ് നിയമം. സെറ്റ് അല്ലേ? ഓർത്തു വെച്ചൂടെ? ഓർത്തു വെച്ചൂടെ? ക്ലിയർ അല്ലേ? പഠിച്ചു വെക്കണം. അത് വളരെ പ്രധാനമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കുഞ്ഞു ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞു, മലയാളത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നു. മലയാളത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നു. അതിൽ ആദ്യത്തേത് പിരിച്ചെഴുത്തുമായിട്ട് ബന്ധപ്പെട്ട. മക്കളെ പിരിച്ചെഴുത്ത്, ഞാനിവിടെ പിരിച്ചെഴുത്ത്, അതുപോലെ തന്നെ പര്യായ പദങ്ങള്, വിപരീത പദങ്ങള്, ഒറ്റപ്പദങ്ങൾ ഒക്കെ തന്നെ, വാക്യശുദ്ധി ഒക്കെ തന്നെ നമ്മൾ ടോപ്പിക് ആയിട്ട് തന്നെ ചെയ്തു. പ്രത്യേകിച്ച് 2025-ലെ POയ്ക്ക് മാത്രം വെച്ചുകൊണ്ടുള്ള സീരീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ചെയ്തെടുക്കുന്ന ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. നല്ല പാടുണ്ട്, നല്ല സ്ട്രെയിൻ ഉണ്ട്. നിങ്ങൾ ആ സ്ട്രെയിൻ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നിങ്ങൾ പഠിക്കുക, അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മക്കളെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ബോറടിക്കുന്നു, ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് പോകാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് ഏറ്റവും മനോഹരമായിട്ട് പഠിച്ചു വെക്കുക. ഉറപ്പായിട്ട് ഉപകാരപ്പെടും, ഉറപ്പായിട്ട് ഉപകാരപ്പെടും. കഥകളിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു പേര്, പറയണമെന്ന് ഓർമ്മിച്ച് വിട്ടുപോയൊരു പേരുണ്ട്. കഥകളി സംഗീത കുലപതി. കഥകളി സംഗീത കുലപതി. ഒന്നുകൂടെ, സംഗീത കുലപതി. ഓക്കെ. എങ്ങനെ? കഥകളി സംഗീത കുലപതി എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം ഹൈദരാലി. കലാമണ്ഡലം ഹൈദരാലി. കലാമണ്ഡലം ഹൈദരാലി. ഓക്കെ അല്ലെ? എങ്കിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം അതാണ് സോപാന സംഗീതം. എന്താണ്? സോപാന സംഗീതം. ഓക്കെ അല്ലെ? കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാ? സോപാന സംഗീതം. ആ സോപാന സംഗീത കുലപതി ഞെരളത്ത്, ഞെരളത്ത്,
രാമപൊതുവാൾ. ഞെരളത്ത് രാമപൊതുവാൾ. ഈ പേര് ഓർത്ത് വെച്ചോണം. ഈ ഞെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥയുടെ പേരാണ് സോപാനം. ആത്മകഥയുടെ പേരെന്താ? സോപാനം. ഒന്നുകൂടെ ആത്മകഥയുടെ പേര് പറഞ്ഞേ. സോപാനം. സോപാനം. ആത്മകഥയുടെ പേരാണ് സോപാനം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഭാഗത്തും ചോദ്യം വരാം, ഈ ഭാഗത്തു നിന്നും ചോദ്യം വരാം. തെയ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെയ്യം. തെയ്യം ദേവത തന്നെ നേരിട്ട് വന്ന് നൃത്തം ചെയ്യുന്നു എന്ന സങ്കല്പത്തിൽ അവതരിപ്പിക്കുന്ന കലാരൂപം. ദേവത തന്നെ നേരിട്ട് വന്ന് നൃത്തം ചെയ്യുന്നു എന്ന വിശ്വാസത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ പണ്ടൊക്കെ തെയ്യമൊക്കെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗം. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ എന്ത് ആചാരം, എന്ത് അനുഷ്ഠാനം, ഇപ്പോഴത്തെ തെയ്യം കല മാത്രമായി അല്ലെ? അങ്ങനെ കലയായി മാത്രം മാറിയപ്പോ അതിനകത്തുണ്ടായിരുന്ന കുറെ നല്ല നല്ല സാംസ്കാരിക അംശങ്ങൾ നമുക്ക് നഷ്ടമായി പോയി. അതും സത്യമാണ്. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യം എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് അല്ലെ? ഇനി ചവിട്ട് നാടകത്തിലേക്ക്. ഈ ചവിട്ട് നാടകത്തിന്റെ പ്രത്യേകത ഇത് കോട്ടയത്താണ് കൂടുതലും കാണപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ചവിട്ട് നാടകം അല്ലെ? ഈ ചവിട്ട് നാടകത്തിലെ കാറൽമാൻ ചരിതം, ചവിട്ട് നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി, ആദ്യ കൃതിയാണ് കാറൽമാൻ ചരിതം. ഇത് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് കഴിഞ്ഞ KS ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോദിക്കും. ക്ലിയർ അല്ലേ? ഇനി സാംസ്കാരിക മേഖലയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് കേരള കലാമണ്ഡലം. എന്താണ്? കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം. ഓക്കെ അല്ലേ? കേരള കലാമണ്ഡലം. ഒന്നുകൂടെ, കേരള കലാമണ്ഡലം. ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതിയല്ലോ അല്ലെ? ശരി. കേരള കലാമണ്ഡലം. ഓക്കെ അല്ലേ? ആരാണ്? കേരള കലാമണ്ഡലം. 1930 തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ ചെറുതുരുത്തിയിൽ സാക്ഷാൽ വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം, പേരോർത്ത് വയ്ക്കുക, മണക്കുളം മുകുന്ദരാജ. എന്താണ്? മുകുന്ദരാജ. മണക്കുളം മുകുന്ദരാജയും ചേർന്ന് സ്ഥാപിച്ചതാണ് ഈ പറയുന്ന കേരള കലാമണ്ഡലം. ഈ കേരള കലാമണ്ഡലം 1955 ആര് സന്ദർശിക്കുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു എന്താണ് സന്ദർശിക്കുന്നു. 1957 ഇത് കേരള സർക്കാർ ഏറ്റെടുക്കുന്നു. 2006 ഇതിന് കൽപ്പിത സർവകലാശാല പദവി പ്രഖ്യാപിക്കുന്നു. ഓക്കെ അല്ലേ? എങ്ങനെ? പ്രഖ്യാപിക്കുന്നു. ഇനി 2007 കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നു. അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കേരള കലാമണ്ഡലത്തിൽ നിലവിൽ ഗവർണർ അല്ലാത്ത ആദ്യ വനിതയാണുള്ളത്. ഗവർണർ അല്ലാത്ത ആദ്യ വ്യക്തി അല്ലെ? അതാണ് മല്ലിക സാരാഭായ്. ക്ലിയർ അല്ലേ? അപ്പോ ഇനി അവിടുത്തെ ഉപാധ്യക്ഷനാണ് ഡോക്ടർ ബി അനന്തകൃഷ്ണൻ. ആരാണ്? അനന്തകൃഷ്ണൻ. ഓർത്തു വെച്ചിരിക്കാൻ പറ്റില്ലേ? ഇതും പ്രധാനമാണ്. അതുപോലെ കായിക ഇനങ്ങളും കളിക്കാരുടെ എണ്ണവും. ഒന്നുകൂടെ, കായിക ഇനങ്ങളും കളിക്കാരുടെ എണ്ണവും അതൊന്ന് നോക്കി വെക്കണം. ഇതിലും പ്രധാനം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള കുഞ്ഞു ചോദ്യങ്ങളായിരിക്കും. അതിലൊന്നാണ് ക്രിക്കറ്റ് അല്ലെ? അതിലൊന്നാണ് ഏതാ? പ്രധാനമായും നമ്മൾ പറയുന്ന ക്രിക്കറ്റിലേക്ക്. ക്രിക്കറ്റിൽ 11 താരങ്ങൾ ഒരു ടീമിൽ ഉണ്ടായിരിക്കും. ക്രിക്കറ്റിൽ. ഫുട്ബോൾ ആണെങ്കിലും 11 താരങ്ങൾ ടീമിലുണ്ടാകും. ഓക്കെ അല്ലെ? 11 താരങ്ങൾ. ഇനി ഹോക്കിയും നിയമം സെയിം ആണ്. ഹോക്കിയും നിയമം സെയിം ആണ്. 11 പേരുണ്ടാകും. ഓക്കെ അല്ലെ? എന്നാൽ ഐസ് ഹോക്കി അതിൽ 6 പേരേ ഉള്ളൂ. ഐസ് ഹോക്കി 6 പേര്. പോളോ നോക്കിയേ, POLO പോളോ 10 പേര്. നോക്കിയേ, ക്ഷമിക്കുക, 10 അല്ല, 4 പേര് കേട്ടോ. ക്ഷമിക്കുക, 4 പേര്. ഞാനത് വേറൊരു ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതാണ്. ഞാനത് പറഞ്ഞുതരാം. പോളോ നോക്കി, 1 2 3 4 4 പേരല്ലേ? 4 പേരില്ലേ? അല്ലെ? 4 പേര് പോളോ. ഇനി വാട്ടർ പോളോ നമുക്ക് തൽക്കാലം H2O എന്നിടാം. H2O POLO പോളോ. ഓക്കെ അല്ലെ? H2O അല്ലെ? വാട്ടർ പോളോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. 1 2 3 4 5 6 7
7 എന്താണ് താരങ്ങൾ എവിടെയുണ്ട്? വാട്ടർ പോളോയിലുണ്ട്. അത് എണ്ണി കണ്ടുപിടിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞതാ. വാട്ടർ പോളോ. സെറ്റ് അല്ലേ? ഇനി വോളിബോളും ബാസ്കറ്റ് ബോളും ഉണ്ട്. വോളിബോളും ബാസ്കറ്റ് ബോൾ. ഇതില് വോളിബോൾ ആണ് എങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോഡുണ്ട്. വോളിബോൾ അല്ലെ? ഈ നമ്മുടെ മഞ്ജു ചേച്ചി, മഞ്ജു വാര്യർ ഒരു സിനിമയിൽ വോളിബോൾ കോച്ചായിട്ട് വരുന്നുണ്ട്. ആ സിനിമയുടെ പേര് കരിങ്കുന്നം സിക്സസ് എന്നാണ്. കരിങ്കുന്നം സിക്സസ്, സിക്സസ് 6 അല്ലെ? 6 എടാ കണക്ട് അല്ലടാ, ഓർത്തു വെച്ചൂടെ? സിമ്പിൾ പരിപാടിയല്ലേ? സിമ്പിൾ പരിപാടിയല്ലേ? അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ് കായിക മേഖലയുമായി ബന്ധപ്പെട്ടും നോക്കി വെക്കണം. കായിക മേഖലയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? ഈ ഭാഗങ്ങളൊക്കെ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? നോക്കി വെച്ചേ പറ്റത്തുള്ളൂ. സത്യത്തിൽ ഇവയിൽ ഒരു പോയിന്റ് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടില്ല. ഒരു പോയിന്റ് പോലും നമുക്ക് കളയാനില്ല. ഞാൻ പറഞ്ഞില്ലേ? ഇനി അതേപോലെ തന്നെ 2026 സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ഞാൻ സിനിമ എപ്പോഴും പറയുന്നതുകൊണ്ടാണ് സിനിമയിലേക്ക് വരാത്തത്. സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ചുവടെ നിങ്ങളുടെ എന്താണ് നമ്മുടെ മറ്റ് വീഡിയോസിലെ സിനിമയെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ തന്നെ ഒന്ന് നോക്കി വെക്കണം. അവയൊക്കെ തന്നെ ഇമ്പോർട്ടന്റ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ 2 വ്യക്തികൾ, രണ്ടുപേരെ ഓർത്തു വെക്കണം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ 2 മലയാളികൾ. അതിൽ ഒന്നാമത്തേത് അടൂർ ഗോപാലകൃഷ്ണൻ, രണ്ടാമത്തേത് ലാലേട്ടനാണ്. അപ്പൊ അടൂർ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ എന്താണ് ലാലേട്ടനും എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? എന്ത് കിട്ടി? അതിനെ പറഞ്ഞേ. എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? യെസ്, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും അതുപോലെ തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവുമുണ്ട്. അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരവുമുണ്ട്. അങ്ങനെ ഒരു കക്ഷിയുണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ജ്ഞാനപീഠ പുരസ്കാരവും നേടിയ വ്യക്തി അതാണ് സംപൂരൻ സിംഗ് കൽറ. പേര് പറഞ്ഞേ, സംപൂരൻ സിംഗ് കൽറ. ഒന്നുകൂടെ പേര് പറഞ്ഞേ, സംപൂരൻ സിംഗ് കൽറ. നമ്മുടെ ജയ് ഹോ ഗാനമൊക്കെ എഴുതിയ കക്ഷി അല്ലെ? അപ്പോൾ ഏകദേശം ഒരു ധാരണയിലെ ഈ ഒരു ഭാഗത്തുനിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി ഇനി മലയാള ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒറ്റപ്പദങ്ങൾ അത് വളരെ പ്രധാനമാണ്. ഒറ്റപ്പദങ്ങൾ അത് വളരെ പ്രധാനമാണ്. ശൈലികൾ അത് വളരെ പ്രധാനമാണ്. ശൈലികൾ, ഒറ്റപ്പദങ്ങളും ശൈലികളും ഒക്കെ എഴുതുന്ന സമയത്ത് ചോദ്യം 1ന് 2 തവണ വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം ഉത്തരത്തിലേക്ക് പോകുക. അതായത് 1ഓ 2ഓ തവണ വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യണം? നിങ്ങൾ ഉത്തരം എഴുതാൻ നിൽക്കുക. ഒരു കാരണവശാലും ഒരു അബദ്ധം പോലും നമുക്ക് പറ്റരുത്. ചെറിയ മിസ്റ്റേക്ക് മതി നമ്മളെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു ഭാഗത്ത് വളരെയേറെ മികച്ച കുറച്ചേറെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റി. കുറച്ചേറെ അനുബന്ധ വിവരങ്ങളും കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റി. എല്ലാത്തിനെയും അനുബന്ധ വിവരങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സമയത്തിന്റെ ഒരു ബാഹുല്യം ഉള്ളതുകൊണ്ടാണ്. ഇതുപോലെ ഒരു കുഞ്ഞു കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ വരുന്ന ദിവസങ്ങളിൽ, അതായത് ഫെബ്രുവരി 10-നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വൈകാതെ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു എക്സാം, അതായത് ഈ ശനിയാഴ്ച വരുന്ന വുമൺ എക്സൈസ് ഓഫീസർ എക്സാം, ഏറ്റവും നന്നായി തന്നെ എക്സാം എഴുതുക. ഫുൾ മാർക്ക് മലയാള കലാസാഹിത്യ ഭാഗത്ത് നിന്ന് നേടാൻ കഴിയട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിൽ ഏറ്റവും നല്ല മാർക്ക് നേടി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഒരു ശുഭദിനം ആശംസിക്കുന്നു. നല്ല എക്സാം ദിനവും ആശംസിക്കുന്നു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.